എല്ലാവർക്കും ഫാസിനേറ്റിംഗ് മല്ലൂസിന്റെ പുതിയൊരു വീഡിയോ. ഹായ്, എല്ലാവർക്കും ഫാസിനേറ്റിംഗ് മല്ലൂസിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് ആരാണത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിന്റെ പേരെന്താണ്? അപ്പൊ ലച്ചു ഇനി മുതൽ ഇടക്കിടക്ക് വന്നും പോയി നമ്മുടെ വീഡിയോസിൽ ഉണ്ടാകും. അപ്പൊ ഇന്ന് നമ്മൾ ലച്ചു ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ലേ, നമ്മുടെ നാട്ടിൽ ഓരോ കാലഘട്ടത്തിലും ഓരോരോ ട്രെൻഡാണ്. അപ്പോൾ കുലുക്കി സർബത്തിന് ശേഷം ഫുൾജാറിന് ശേഷം ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ബോംബ് സോഡ. അപ്പോൾ നമുക്ക് ബോംബ് സോഡ എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്ത് കാണിക്കാം അല്ലേ? ലച്ചു ഇന്ന് തകർക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബോംബ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇന്ന് ലച്ചു പറയാന്ന് പറഞ്ഞ, അപ്പൊ പിന്നെ ലച്ചുവിനെ പറയട്ടെ. അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. ഇതെന്താണ്? ഉപ്പ് ഇത്ര ഇടണോ? ഇത്തിരി മതി. ഇതെന്താ? ബീട്രൂട്ട്. പിന്നെ ഇഞ്ചി ഒരു 2 കഷ്ണം എടുത്തേക്കണേ. പിന്നെ ഇതെന്താണ്? പച്ചമുളകാണ് എടുത്തേക്കണേ, ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെന്താ? നാരങ്ങ വേണം നമുക്ക്. പിന്നെ പുതിനയില, അതായത് നമ്മുടെ മിന്റ് എന്ന് പറയും സാധനത്തിന്. അപ്പൊ അതും വേണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അപ്പൊ നമ്മൾ ഇവിടെ വാങ്ങിയത് ഏതാ? നമ്മൾ വാങ്ങിയത് ഒരു ക്ലബ് സോഡയാണ് വാങ്ങിയത്. 1.5 ലിറ്റേഴ്സ് വരുന്ന ഒരു ക്ലബ് സോഡയാണ് വാങ്ങിയേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ബോംബ് സോഡ ഉണ്ടാക്കണം നോക്കിയാലോ? നോക്കാം. അപ്പൊ നമുക്ക് ബോംബ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടത് ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാറുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ പുതിനയില ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് പിടിച്ചോണ്ട് നിൽക്കുക. അപ്പൊ ലച്ചതും കിട്ടെ, നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടായത്. അപ്പൊ ലച്ചതിട്. ഇതെന്നെ സാധനം പുതിനയില. അപ്പൊ അത് ഇട്ട് കൊടുത്തേ. അത് ഞാൻ പുതിനയില അരിഞ്ഞു വെച്ചത് ലച്ചു കണ്ടായിരുന്നോ? ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ലച്ചത് ഇട്ട് കൊടുത്തോ. മൊത്തം ഇട്ടോ, മൊത്തം ഇട്ടോ. ഇനി നമുക്ക് എന്താ ഇടണ്ടേ? ഇനി നമുക്ക് ഇഞ്ചി ഇടണം. അപ്പൊ ഇഞ്ചി എടുത്തിട്ടോ. മൊത്തം ഇട്ടോ. പിന്നെ എന്ത് ഇടണം? പച്ചമുളക് ഇടണം. ആ പച്ചമുളക് എടുത്തത് ഇട്ടോളാന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടറല്ലോ. ഇനി എന്താ ഇടണ്ടേ? അപ്പൊ നാരങ്ങ. അപ്പൊ നാരങ്ങ ലച്ചു പിഴിയോ? പിന്നെ ആരെ പിഴിയണ്ട? പിന്നെ എടുത്തു വെക്കേണ്ട കാര്യമുണ്ടോ? അന്ന് ഞാൻ പിഴിയെങ്കിൽ വേണ്ട. അപ്പൊ ഇതിന് കുരു കളഞ്ഞാണ്. അപ്പൊ കുരു കളഞ്ഞിട്ട് നമുക്ക് പിഴിയാം. ഒരു നാരങ്ങേന്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരണം. എന്ത്? ബീട്രൂട്ടോ? ഉപ്പ് ഇപ്പിടണ്ട. അപ്പൊ ഇനി എന്താ ലച്ചു? അപ്പൊ നമുക്ക് 2 കൂടി പോയി അരക്കാതും. അപ്പൊ ഇത് ഇടണ്ടേ ഇതിനകത്ത്? അല്ലാതെ അരക്ക് കിട്ടുമോ? അതാ എടുത്തിട്ട് മൊത്തം ഇട്ടോ. അപ്പൊ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഇതേ 2 അരച്ചോണ്ട് വന്നിട്ടുണ്ട്. പച്ചമുളകിന്റെ മിക്സും അമ്മിൻ്റെ ഒക്കെ മിക്സും അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ബീട്രൂട്ടും അരച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബോംബ് ഉണ്ടാക്കാൻ തുടങ്ങാം. എക്സൈറ്റഡ് ആണോ? കുടിച്ചിട്ടില്ല ഒരു. അപ്പൊ നമുക്ക് നമ്മുടെ ബോംബ് ഉണ്ടാക്കാം. അതിന് നമ്മുടെ ഈ മിക്സ് ഒന്ന് എടുത്ത് നമ്മുടെ കയ്യിലൊന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഇനി അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണം. ഇനി
നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ലെയറിൻ്റെ മുകളിലേക്ക് ഇനി ഒരു ലെയറും കൂടെ നമ്മുടെ പുതിനയിലേൻ്റെ ഒക്കെ മിക്സ് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ബോംബ് റെഡിയാക്കാം. ഇനി ഒന്നുമില്ല, നമ്മുടെ ഈ മിക്സ് ഒന്ന് ചെറുതായിട്ടൊരു ബോൾ ഷേപ്പിലാക്കിയാൽ മതി. കണ്ടോ, നമ്മുടെ ബോംബ് റെഡിയായി. വെച്ച് കണ്ടോ നമ്മുടെ ബോംബ്? കണ്ടോ? നമുക്കിനി ഇത് കുളിച്ചാൽ മതി. ഇനി നമുക്ക് എന്തെങ്കിലും എന്തോ ഓരോ ഐറ്റങ്ങൾ വേണ്ടേ? ഇത് ഇങ്ങനെ മാത്രം മതിയോ? ഇനി എന്താ നമുക്ക് വേണ്ടേ? അപ്പൊ സോഡ എന്ത് ചെയ്യുന്നിട്ട് അതെടുക്ക്. അപ്പൊ നമുക്കിതൊന്ന് ഈ മിക്സ് എടുത്ത് നമുക്കൊരു പ്ലേറ്റിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബോംബിൻ്റെ മേളിൽ നമുക്ക് കുറേശ്ശെ ഉപ്പ് വിതറി കൊടുക്കാം. ഒരു സ്പൂണിൽ ചുമ്മാ ഒന്ന് വിതറി കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഇപ്പുറത്ത് ഒരു ബോംബ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനിൽ ഏറ്റവും കൂടെ ഒരു ഗ്ലാസ് എടുത്തു, ഒരു പ്ലേറ്റിൻ്റെ മേളിൽ ആ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബോംബ് പൊട്ടിത്തെറിച്ച് മൊത്തം തറയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് വെച്ചിട്ട് എപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ലച്ചു നമുക്ക് സോഡ ഒഴിച്ചാൽ ഇതിനകത്തേക്ക് വേണ്ട ലച്ചു, അതിന് ഭയങ്കര വെയിറ്റാണ്, അതിൻ്റെ ഒഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സോഡ തുറന്നൊഴിച്ച് കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ്സൊക്കെ മതി കേട്ടോ, മൊത്തം നിറച്ചൊഴിക്കണ്ട, ഇത്രയൊക്കെ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ബോംബ് നമ്മുടെ സോഡയിലേക്ക് ഇടാം. ലച്ചതേ ആകാംക്ഷയോടെ നോക്കി നിൽക്കുവാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഇടണോ? ഇത് ഇടാൻ പോവാണ് കേട്ടോ. നിങ്ങൾ കണ്ട പോലെ നമ്മൾ 2 ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം കൂടെ നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതേ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി നിന്നാലേ കാണുള്ളൂ നമ്മുടെ ബോംബ് ഇതേ ശരിക്കും പൊട്ടാറായി. ഇതാ പൊട്ടി, ഇതാ കണ്ടോ, ആ അടിപൊളിയായിട്ട് ഇതേ കളർ ചേഞ്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോംബ് പൊട്ടി, ശരിക്കും പൊട്ടി. ഇതേ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇതേ താഴത്ത് കളർ ചേഞ്ച് ഉണ്ടായി, റെഡ് കളർ ആയിട്ടുണ്ട്, അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ബോംബ് സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ 2 ഉണ്ടാക്കി, ഒന്ന് ലച്ചുവിനും ഒന്ന് എനിക്കും. ഇതാ കണ്ടോ, കളർ കൊള്ളാമോ? നല്ല റെഡ് കളർ, അടിപൊളി പച്ച മേളിൽ റെഡ് താഴേക്കായിട്ട് സൂപ്പറാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കുടിച്ച് നോക്കാം, അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവുണ്ടാവും ലച്ചു, കുടിക്കുമല്ലേ? ഞങ്ങൾ 2 കൽപ്പിച്ച് കുടിക്കുക. ചേഴ്സ്. ഇല്ല, കുടിച്ചു നോക്കി. ചെറിയൊരു എരിവുണ്ട് അല്ലേ? കൊള്ളാം, നല്ല സാധനം, അടിപൊളി സാധനം. അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? ലച്ചു കുടിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടിപൊളി സാധനമാണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.